ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ്റെ ഒരു പുതിയ സീരീസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടർ സ്റ്റോക്ക് ആക്കി തുടക്കം എന്തൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അത് നമ്മുടെ ഇന്നത്തെ ഗോൾ. അന്നേരം നമുക്ക് ഇവിടെ എടുത്ത് വല്ല വില്ലേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് നമുക്ക് പോയി നോക്കാം. എടുത്തുകൊണ്ട് കുത്തിക്കുത്താന വരുമ്പേ കയ്യെ കുത്ത് വരുമ്പത്ത് ചീപ്പ് വരുന്നത് താറാമക്കൾ ഫീൽഡ് നമുക്ക് ഈ വഴി അങ്ങോട്ട് പോയി നോക്കാണ്ട് വെള്ളത്തില്ലേ എന്നുള്ളത്. ഇവിടെ വല്ലം വില്ലേജ് ഉണ്ടോ? ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എനിക്കറിയാം ഇവിടെ ഒരു വില്ലേജ് ഉണ്ടെന്ന്. ഞാൻ നേരത്തെ ഈ മാപ്പ് എടുത്ത് നോക്കിയതാണ്. ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വില്ലേജ് എത്താം. പിന്നെ രണ്ട് കാര്യത്തിൽ തീരുമാനമാവും. ഇല്ലെങ്കിൽ നമുക്ക് ബെഡിൻ്റെ അടുത്ത് വരാൻ കിട്ടും. ഇത് നമുക്ക് വില്ലേജ് പോവാം. മിക്കവാറും ഓടി ഓടിച്ചാവുകയായിരിക്കും. എത്താറായെന്ന് തോന്നുന്നു. അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സീഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടിയവർക്ക് എവിടെ നിന്നുണ്ടാവും എടുത്ത് കളിക്കാവുന്നതാണ്. ഇവിടെ വേണ്ടതായിട്ട് വില്ലേജ് വരട്ടി ആശിപ്പ് സ്റ്റോണൊക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യമേ വില്ലേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. മൈൻക്രാഫ്റ്റിന്റെ ഒരു പ്രത്യേക വീഡിയോ ആണ്. സ്റ്റോൺ ടൂൾസ് ഒക്കെ അതിന് മുമ്പേ തന്നെ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നു. വില്ലേജ് നമുക്കല്ല ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഞാൻ അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ടൂൾസ് സെറ്റ് ചെയ്യാം. സ്റ്റോൺ ടൂൾസിലേക്ക് ആവുന്നു. അന്നേരം സ്റ്റോൺ ടൂൾസ് സെറ്റ് ചെയ്യാം. സ്റ്റോൺ മാക്സിമം വില്ലേജ് ആദ്യമേ വേണ്ടിയതിന്റെ കാരണം നമുക്ക് ആദ്യമേ തന്നെ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. ഇതിനാണ് നമുക്ക് ആദ്യമേ വില്ലേജ് വന്നത്. ഇങ്ങനെ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റോൺ ഇവിടെ എടുക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു മോഡ് ഇട്ടിട്ടുണ്ട്, വില്ലേജ് ഉണ്ട്. ഇവിടെ ഞാനിപ്പോ കാണിക്കാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, നമ്മുടെ കളിക്കുന്നവർ പലരും കണ്ടിട്ടുണ്ട്. ഞാനത് കാണിക്കാം. അത് യൂസ്ഫുൾ മോഡാണ്. നിങ്ങൾക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിട്ട് കഴിഞ്ഞാൽ അഡ്വാൻസ്മെന്റ് പോകും. അതുകൊണ്ട് നിങ്ങൾ ലിജൻഡായിട്ട് കളിക്കുകയാണെങ്കിൽ റിസോഴ്സ് പാക്ക് ഉള്ളത് ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇത്ര മതിയായിരിക്കും. വില്ലേജിലെത്തി ട്രേഡ് അൺലോക്ക് മോഡാണ്. അതിനകത്ത് നിങ്ങൾക്കാണെങ്കിൽ ട്രേഡ് അൺലോക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം കാണിക്കും. ട്രേഡ്സ് എല്ലാം കാണിക്കും. ഇത് നല്ലൊരു യൂസ്ഫുൾ സാധനമാണ്. നിങ്ങൾ വില്ലേജസിനെ സ്വാപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ട്രേഡൊക്കെ ഇത് കാണാൻ പറ്റും നേരത്തെ. ഇതൊക്കെ ഡയമണ്ട് ഒക്കെ കൊടുക്കും ഈ മോഡ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. രാവിലെ കുറച്ച് വുഡ് എടുക്കാനൊക്കെ ഒരു വീടുണ്ടാക്കാനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ.
crafting table ഉണ്ടാക്കാം. To add some soil water. Okay. Stick, very stick. സ്പിരിറ്റിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നു. ഇതെടുത്താണെന്ന് സംശയം. ആയിട്ടുണ്ട്. ഡയൻകോൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഡയൻകോൺ ഉണ്ടെങ്കിൽ അതിനെ പറ്റി നമുക്ക് കുറച്ച് വിട്ടെടുക്കാം. ഇവിടുത്തെ കാണത്തില്ല. പിന്നെ കാര്യം പിന്നെ കൊടുത്തിട്ടാം. വൃത്തിയാടുക. മൈൻക്രാഫ്റ്റ് ഇതിനകത്ത് സ്ട്രിങ് ഉണ്ട്. നമുക്ക് ലെതർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട്. ലെതർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കി നോക്കാം. നമുക്ക് പറയുന്നേ പൗച്ച് പോലത്തെ ജസ്റ്റ് അത് നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മളെ പറ്റിച്ചിരിക്കുന്നതായിട്ട് അങ്ങനെ നമ്മൾ അതിനടുത്ത് ഇടുന്നില്ല. പിന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകത്തുള്ളൂ. പറ്റിച്ച് എൻ്റെ അടുത്ത് കളിക്കുന്നേ തീർത്ത് തരാം. ഓക്കെ, കിട്ടി. കോയിൻകുളത്തിനെ കിട്ടിയിരിക്കുന്നു. ഭയങ്കര പോയ ഗെയിമിൽ. അതുകൊണ്ട് എനിക്കിതൊക്കെ നിസ്സാര പരിപാടിയാണ്. അങ്ങനെയൊന്നും ചെന്നാറില്ല. കുറച്ച് വുഡാദ്യം സെറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വീട് അടിക്കാനൊക്കെ ഉള്ള സ്ഥലം നമുക്ക് അടുത്ത എപ്പിസോഡ് നമുക്കൊരു വീട് പണിയാം. ഇവിടെ എടുത്ത് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വീട് പണിയാം. പരിപാടി നടക്കത്തുള്ളൂ. നമുക്ക് ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് പോയി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമേ എൺപോണ ഫാം ആയിരിക്കും ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഫാം ഉണ്ടാക്കത്തുള്ളൂ. ഡ്രോണിന്റെ സൗണ്ട് കേൾക്കുന്നില്ല. എവിടെ പോയി എനിക്കറിയാം. രാത്രി അങ്ങനെ മുമ്പ് നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ പോളിസി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉടായ്പൊക്കെ ഞാൻ കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് പീസ്ഫുള്ളിലേക്കൊക്കെ ഞാൻ പോകും. അത് ഞാൻ പോയതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളതിലൊക്കെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ എനിക്ക് പറഞ്ഞു. അത്ര വുഡായിരുന്നു ഞാൻ കൊന്നിട്ട് ബാക്കി മൈൻഡ് ചെയ്യാൻ. നമുക്ക് ഒരു സ്റ്റാക്കെങ്കിലും ആക്കിയിട്ട് നമുക്കൊരു സ്ഥലം കണ്ടുപിടിച്ച് വെക്കാം. നമുക്ക് വീടുണ്ടാക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കാം. ഷീപ്പിനെ കൗവിനെ നോക്കുന്നു. ഇത് നോക്കാം. ഓക്കെ, കിട്ടി. രാത്രി ആകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വില്ലേജ് ചെല്ലണം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, കിട്ടി. നമ്മുടെ ഹമ്പർ കൂടിയിരിക്കുക. ഓ, പണി കിട്ടി. നമുക്ക് പണി കിട്ടി ഗായ്സ്.
ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നമ്മൾ ഇപ്പത്തെത്തി രക്ഷപ്പെട്ടു. എളുപ്പം നമ്മൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ചത്തേനെ. എന്തായാലും നമുക്ക് മറ്റേ ഇത് ഇവിടെ ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. മറ്റേ ഇപ്പോഴത്തെ മറ്റേ പുതിയ ആഡ് ചെയ്ത മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണിച്ചു തരാം. ഈ സാധനം ഇത് നോക്കുന്നുണ്ടാക്കാൻ കവിൻ്റെ ഇത് കിട്ടിയില്ല. നമുക്കൊരു കവിനെയും കൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ വേണ്ട. കിട്ടി കിട്ടി, വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എന്തായാലും കിട്ടി. എനിക്ക് ഇവിടെ പോയി നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ നിർത്താം. ഓക്കെ, ബണ്ടിൽ, എൻ്റെ പേര് ബണ്ടിൽ. ഇതിന് സാധനം പക്ഷെ അത്രയ്ക്കും കൊള്ളത്തില്ല. എന്തായാലും ഇവിടെ വെച്ച് നിർത്താം. ശരി ഗായ്സ്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു വീടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഫാം